എങ്ങനെ സാധിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ? എങ്ങനെ സാധിക്കുന്നു? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഓരോരുത്തരും കാണണം. അതായത് വെറും 2 സെന്റ് സ്ഥലമുള്ള, നോക്കൂ നിങ്ങൾ, 2 സെന്റ് സ്ഥലമുള്ള ഒരു പാവപ്പെട്ട ഫാമിലിയെ ദ്രോഹിക്കുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രൻ, ആ നാട്ടിൻ്റെ MLA ആണ്, CPMൻ്റെ കടകംപള്ളി സുരേന്ദ്രൻ, വെറും 2 സെന്റ് മാത്രം സ്ഥലമുള്ള ആ പാവങ്ങളെ ദ്രോഹിക്കാൻ എങ്ങനെ മനസ്സ് വന്നു പിണറായി വിജയ? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, മറ്റന്നാൾ വോട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറ്റം ഇനി CPM എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട്, ഭീഷണി വരും, എന്തൊക്കെയോ വരും, ഒരു പക്ഷേ ഒറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലും, അത്രയും ഭീഷണിയാണ് ഇങ്ങനെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട്. ഇനിയെങ്കിലും നമ്മുടെ കേരളം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ മല്ലു ബോയ്സിൻ്റെ ഒരു ചെറുപ്പക്കാരനോട്, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിനോട് നന്ദി പറയുകയാണ്. അദ്ദേഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്ന ഓരോ വീഡിയോവും നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കാണണം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. പിണറായി വിജയനും കൂട്ടാളികളും ചെയ്യുന്ന തെമ്മാടിത്തരം നാലാളിലേക്ക് എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് കണ്ടു നോക്കാം. കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലം നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? സർക്കാരിനോടാണ് ചോദിക്കുന്നത്. ഇത് ഒരു വീടാണ്, ഈ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന വീടാണ് കടകംപള്ളി സുരേന്ദ്ര. ഇത് ഒരു കാര്യം പറയുകയാണ്, ഇദ്ദേഹം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വലിയൊരു നേതാവ് അവിടേക്ക് കടന്നു വരികയാണ്. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു നേതാവ് വരുന്നു. അപ്പോൾ ആ നേതാവിനോടും ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ പറ്റും വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്, ഇതൊരു പാവപ്പെട്ട ഫാമിലി അല്ലേ? ഈ പാവപ്പെട്ട ഫാമിലിയുടെ ഒരു വീടാണ് ഇത് ഈ കാണുന്നത്. ബാക്കിയും കൂടി കണ്ടു നോക്കാം. കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ ഇതേ കണക്കുള്ള ഒരുപാട് വീടുകളുണ്ട്. AC വണ്ടിയിൽ അണ്ടിപ്പരുമ്പ് നിന്ന് കറങ്ങി നടന്നാൽ മാത്രം പോരാ, ഇതേ കണക്ക് പാവപ്പെട്ട ആൾക്കാരെ സംരക്ഷിക്കാൻ പഠിക്കണം. ഇവർ ഒരുപാട് പേരുടെ കാല് പിടിച്ചാണ്. ചേട്ടാ, വീട് എത്ര നാളായി ഇതാണ് കിടക്കുക? എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ്. പാവം 2 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇവർ തന്നെ പറയുന്നുണ്ട്. ഒരു നേതാവ് വരുമ്പോൾ എല്ലാം ആ നേതാവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പൊന്നു MLA മാരോടും MP മാരോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങളൊരു പക്ഷേ കോൺഗ്രസിൻ്റെ MLA മാരാവും, BJPയുടെയോ CPMൻ്റെ എന്ത് മണ്ണാങ്കട്ടയാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ MLA ആകട്ടെ, നിങ്ങളൊന്ന് നിങ്ങളുടെ നാടിനൊന്ന് തിരിഞ്ഞു നോക്കണം. അല്ലാതെ ജയിച്ചു കഴിഞ്ഞാൽ മിണ്ടാപ്രാണിയെപ്പോലെ മിണ്ടാതിരിക്കുമെന്നല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കണം. നിങ്ങൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ വിജയിപ്പിക്കുന്നത്? ഉള്ളവന് മാത്രമല്ല നിങ്ങൾ കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്ര, നിന്റെ നാടിനാണിത്. നിനക്ക് നാണമില്ലേ? നീയൊക്കെ അവിടുത്തെ CPMൻ്റെ MLA അല്ലേ? ഇങ്ങനെയുള്ളവരെ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്ര നീയൊക്കെ തിരിഞ്ഞു നോക്കുന്നില്ല? ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഇത് ഏതാ സ്ഥലം? ഏതാ? കഴക്കൂട്ടം മണ്ഡലത്തിൽ പോങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നായിരുന്നോ? വന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ചോദിച്ചില്ലേ? എല്ലാം ശരിയായി തരാന്ന് പറഞ്ഞു. എത്ര വർഷം കൊണ്ട് എല്ലാം ശരിയാക്കി തരാന്ന് പറയൂ? ഇപ്പൊ നമ്മള് ഈ വീട് കിട്ടിയ ആളുകൊണ്ട് പറയാന അടുത്ത് വരുമ്പോ ശരിയായി തരാം. ഇതിപ്പോ വെച്ചിട്ട് എത്ര വർഷമായി? ഇതിപ്പോ ഒരു 9 വർഷമാവും. ഇവരുടെയൊക്കെ കാല് പിടിക്കാൻ പോയായിരുന്നോ? നമ്മള് പോയ കുറെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാല് പിടിക്കാൻ പോയിനു. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ 150 പേപ്പർ വേണം. നമ്മളൊരു 100 വട്ടം അക്ഷയക്ക് കയറണം. അതിനുശേഷം മറ്റേ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു 100 സർട്ടിഫിക്കറ്റ് അവറ്റകൾ കൊടുക്കണം. അതിനുശേഷം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും നമുക്കൊരു വീട് കിട്ടുന്നുണ്ടോ? നമുക്കൊരു 2 സെന്റ് സ്ഥലം കിട്ടുന്നുണ്ടോ? ഒരു 150 സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഒരു 100 വട്ടം അക്ഷയക്ക് പോകുന്നുണ്ട്. ഓരോ വട്ടം പോകുമ്പോഴും 100ഉം 200 രൂപയും അവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ സർക്കാർ? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വീട് കിട്ടുന്നുണ്ട്. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒരു 1000 വട്ടം പോയി അക്ഷയക്ക്, പക്ഷെ ഒരു ഗുണവും ഇല്ല എന്നാണ്. കടകംപള്ളി സുരേന്ദ്ര, നിനക്ക് കിടക്കാൻ നല്ല വീടുണ്ടാവും, പക്ഷെ ഇങ്ങനെയുള്ളവരെ ഒന്ന് തിരിഞ്ഞു നോക്കണം എൻ്റെ പൊന്നു കടകംപള്ളി സുരേന്ദ്ര. ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നിട്ട് ഒരു രീതിയിൽ ഇവർ അംഗീകരിക്കുന്നില്ല, വരുന്നുമില്ല, നോക്കുന്നുമില്ല. ഇത് നോക്കാൻ വേണ്ടി വരും നോക്കിട്ട് പോകും, അത്ര. നാണക്കേടാ കേട്ടോ. ഒരു MLA ആണ്, ഒരു മന്ത്രിയായിരുന്നു, എന്നിട്ട് കടകംപള്ളി സുരേന്ദ്ര നിങ്ങൾക്ക് നാണക്കേടാണ്. ഇതേ കണക്ക് പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇവരെ സംരക്ഷിക്കാതെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു നേതാവ് വന്നു, ഞാൻ പറഞ്ഞു BJPയുടെ ഒരു നല്ലൊരു നേതാവാണ്, മുതിർന്ന നേതാവാണ്. ഇനി അദ്ദേഹത്തിന്റെ കയ്യിലാണ് കളിയുള്ളൂ. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വോട്ട് ചോദിക്കാൻ BJPയുടെ നേതാവ് വരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? നമസ്കാരം. ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ വോട്ട് ചോദിക്കാൻ വന്നതാണല്ലോ,
ഇവർക്ക് കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വീട് കിടക്കുക. ഞാനിതിപ്പോ കണ്ടു. ആ. ഇവരിവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് വന്ന് നോക്കാണെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഒരുപാട് നാളുകൊണ്ട് ഇവരെ അല്ല, ഇത് പറ്റിക്കുക. നേരത്തെയും വന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വീട് വെച്ച് തരാന്നൊക്കെ? അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്വേഷണം അവർ വന്നിട്ടില്ല. അതങ്ങനെയല്ലേ, പറഞ്ഞിട്ടുണ്ടാവും. വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട് തരാം, മറ്റേ തരാം, മറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വോട്ടിൽ ജയിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ. എടോ, ഒരു കാര്യം പറയാം, നിന്നെ ജയിപ്പിക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ വോട്ടിട്ടാണ് കടകംപള്ളി സുരേന്ദ്ര. ഇങ്ങനെയുള്ളവർക്ക് തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ നീയൊക്കെ പറയണം, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, നിനക്കൊക്കെ വീട് വെച്ച് തരാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, വെറുതെ ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കടകംപള്ളി സുരേന്ദ്ര നീയൊക്കെ ഓടുന്നത്? നിനക്കൊക്കെ പറ്റുന്നില്ലെങ്കിൽ പറയണം എനിക്ക് പറ്റത്തില്ല എന്ന്. ബാക്കിയും കൂടി കേട്ടുന്നു. പൈസ കൊടുത്തിട്ടുണ്ട്. മറ്റേ വീടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ, പക്ഷെ പിന്നീട് ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അല്ല, ഇതിലിപ്പോ ഇത്രേ ഉള്ളൂ. കാരണം ഈ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇത് സ്വന്തം ഭൂമിയല്ലേ, പട്ടയവും ഉടമസ്ഥാവകാശമൊക്കെ ഉണ്ടല്ലോ. ഉടമസ്ഥാവകാശമുള്ള ഒരു ഭൂമിയിൽ വീടില്ലാത്തവർക്കൊക്കെ വീട് കൊടുക്കാനാണ് സർക്കാരിന്റെ പദ്ധതി. അപ്പൊ ആ പദ്ധതി നടപ്പിലായില്ലെങ്കിൽ നടത്തിക്കുന്ന ആൾക്കാരുടെ കഴിവില്ലായ്മ. ഇല്ല സാറേ, 2 സെന്റിന് അവരങ്ങനെ ഒന്നും കൊടുക്കൂല എന്നാണ് പറയുന്നത്. 2 സെന്റുള്ളവന് ജീവിക്കണ്ടേ? 2 സെന്റിന് കൊടുക്കാത്ത നിയമമൊന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ BJP ആയ ഇദ്ദേഹത്തിന്റെ കൂടെയാണ്. 2 സെന്റ് സ്ഥലമുള്ളവന് ജീവിക്കണ്ടേ? 10 സെന്റ് സ്ഥലമുള്ളവന് മാത്രമാണ് പിണറായി വിജയൻ നിങ്ങൾ പൈസ കൊടുക്കുന്നത് വീട് വെക്കാൻ? പിണറായി വിജയൻ, നിങ്ങളൊരു 10 സെന്റ് സ്ഥലമാക്കിയിട്ട് നല്ലൊരു വീട് ആ പാവങ്ങൾക്ക് വെച്ച് കൊടുക്കണം പിണറായി വിജയൻ. എല്ലാവരെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലരെങ്കിലും സംരക്ഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ. വളരെ വളരെ മോശമാണ്. പാവങ്ങൾ പറയുന്ന കേട്ടില്ലേ, 2 സെന്റ് സ്ഥലം ഞങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. സത്യം പറഞ്ഞാൽ പിണറായി വിജയ, നിങ്ങളുടെ വീട്ടിൽ പിണറായി വിജയ ഒരു കാറ് പാർക്ക് ചെയ്യാൻ തന്നെ ഒരു 50 സെന്റ് സ്ഥലം ഉണ്ടാവും. ഈ പാവങ്ങളൊക്കെ കാണണം മിസ്റ്റർ പിണറായി വിജയൻ. ബാക്കിയും കൂടി കണ്ടു നോക്കാം. അതായത് വീട് വെക്കുന്നതിന് കുഴപ്പമില്ല, വീട് വെക്കാനുള്ള സഹായം സർക്കാർ കൊടുക്കും. ഇല്ലെങ്കിൽ അത് കൊടുപ്പിക്കാനുള്ള വഴിയുണ്ട്. ഞാൻ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വോട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്കൊന്നും കഴിച്ചില്ലെങ്കിലും കിടക്കാവര് മഴ നനയാതെ കിടക്കാവര് വീട് വേണം. അതെ, തീർച്ചയായിട്ടും വേണം. ഈ ചേട്ടന്റെ മകളുടെ ഡെലിവറി കഴിഞ്ഞു. ഈ വീട്ടിൽ എങ്ങനെ കൊണ്ട് താമസിപ്പിക്കും? ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇവർക്ക് ഇനി അവസാന പ്രതീക്ഷയാണ് സാർ. എന്നിട്ട് കടകംപള്ളിയുടെ കാല് പിടിക്കുവാണ്, എന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനിപ്പോ ഏതായാലും BJP ആണെങ്കിലും നിങ്ങൾ CPM ആണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ അർഹതയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ വീട് കിട്ടണം. നമുക്ക് കാണാം. ഈ കടകംപള്ളിക്കാണ് നാണക്കേട്. ഇനി വോട്ട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നിങ്ങൾ വോട്ട് ചോദിച്ചു വന്നായിരുന്നോ പുള്ളി ഇവിടെ വന്നപ്പോ എന്ത് നിങ്ങൾ തരാന്നങ്ങ് പറഞ്ഞില്ലേ? അതല്ലേ പറയാൻ പറ്റും. അങ്ങനെ പറയരുത്, മുഖത്ത് നോക്കി പറയണം. നമ്മൾ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ജയിപ്പിക്കേണ്ടത്, അല്ലെ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. നാണമുണ്ടോ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് വോട്ട് പിടിക്കേ. പാവങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് കളവ് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് പിടിക്കണ്ട. നിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അവിടുത്തെ നാട്ടുകാർ പിരിച്ചിട്ടെങ്കിലും വീട് വെച്ച് കൊടുക്കും. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആവശ്യമില്ലാത്ത വാഗ്ദാനം തരുന്ന ആൾക്കാരാണ് ഈ കടകംപള്ളി സുരേന്ദ്രനോ അങ്ങനെയുള്ള ടീമുകളൊക്കെ. വീട് റെഡിയാക്കാൻ പറ്റത്തില്ല, എന്തിനാ അയാളൊക്കെ ഇങ്ങനെ മന്ത്രിയായിട്ടും MLA ആയിട്ടൊക്കെ ഇരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ മല്ലു ബോയ്സ് ആണ് ഇങ്ങരുടെ പേര്, ചാനലിന്റെ പേര്. വളരെ വളരെ നല്ലതാണ്. ഇദ്ദേഹം എല്ലാ മണ്ഡലത്തിലും പോയിട്ട് അവിടുത്തെ പോരായ്മ നമ്മളിലേക്ക് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ്, അതായത് BJP ആണോ LDF ആണോ UDF ആണോ എന്നൊന്നും ഇദ്ദേഹം നോക്കുന്നില്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്ന, ആരൊക്കെ തെറ്റ് ചെയ്യുന്നു അതൊക്കെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മല്ലു ബോയ്സിന് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി വേറെ അതേ മണ്ഡലത്തില് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അതും കൂടി ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. പിണറായി വിജയന്റെ മാലിന്യമുക്ത കേരളം, മുണ്ടും ഷർട്ടും അലക്കുന്ന സമയം മതി ഈ സാമാനമൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റാം. നമ്മൾ നിൽക്കുന്നത് കോവളം നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ വേസ്റ്റ് തട്ടാതെ ഇറങ്ങാൻ പറ്റത്തില്ല. വിദേശികൾ വന്ന് മറിയുന്ന ബീച്ചാണ് തൊട്ടപ്പുറത്ത്. വേസ്റ്റ് കിടക്കുന്നുണ്ടോ? ഇവനൊക്കെ മാറി മാറി ഭരിച്ചിട്ടും ഒരു വാഴയ്ക്കുകയും ചെയ്യുന്നില്ല. ഇവിടെ മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റത്തില്ല, അറിയോ? മൊത്തം വേസ്റ്റ് ആണ്. അതാണ്ട് അവിടെ ഒരു നിലവിലെ MLA വിൻസെന്റ് ഫോട്ടോ ഇരിക്കുന്നുണ്ടോ? വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേസ്റ്റ് കുത്തിയ വെച്ചേക്ക്. ഇവരൊക്കെ നാണമില്ല. ആരെങ്കിലും അടിപ്പാവാട വാങ്ങാൻ പോയിക്കൂടെ? ഇവനൊക്കെ നാണമില്ലാത്ത പരിപാടി കാണിക്കുന്നു പറഞ്ഞു. വിൻസെന്റോട് ഒറ്റ കാര്യം പറയുള്ളൂ, കോവളത്ത് 10 വർഷം കൊണ്ട് ഉണ്ടാക്കുവന്നല്ലോ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതൊന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമോ? LDF UDF മാറി മാറി ഭരിക്കുവാണ്, എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഈ കോവളത്ത് വിദേശികൾ ഒരുപാട് വന്ന് മറിയുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്ന് തട്ടാതെയോ മൂക്ക് പൊത്താതെയോ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, കാരണം വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു, ക്ലീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. എവിടാ? നിങ്ങളുടെ വീട്ടിലാണോ ക്ലീൻ സ്റ്റേറ്റ്? ഒരു കാര്യം പറയാം മിസ്റ്റർ പിണറായി വിജയൻ, ഈ വേസ്റ്റ് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നു പ്രേക്ഷകരെ, പിണറായി വിജയ
ഇതിൽ കുട്ടികളൊക്കെ അതിൽ പോകുമ്പോൾ നമുക്കൊക്കെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നമാണ്. ഈ വേസ്റ്റിനൊക്കെ നീക്കാൻ ഇത്ര ഖജനാവിനെ നിങ്ങൾ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ ഖജനാവിൽ നിന്ന് ചെറിയൊരു ശതമാനം, ഒരു മനുഷ്യന്മാർക്ക് 14 സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഓക്കെ, ഓരോ ജില്ലയിലും ഒരു 5-5 പേര് അതായത് ഇങ്ങനെയുള്ള കാര്യം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൽപ്പിക്കണം. ഒരു 5-5 പേരെ ഏൽപ്പിച്ചിട്ട് അവർക്കൊരു മാസത്തിൽ 20,000 25,000 റുപ്യ അല്ലെങ്കിൽ അത്ര ഒരു 15,000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ക്ലീൻ ആവില്ല. എല്ലാ ദിവസവും വേസ്റ്റ് എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടുപോയി ചാടിയാൽ തീരുന്ന പ്രശ്നമല്ല പിണറായി വിജയൻ ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പിണറായി വിജയൻ. ഇങ്ങനെ എത്ര ഇയാളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ. അതിൻ്റെ ഏറ്റവും അവസാന വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് വയനാട്ടിൽ ചെലവഴിച്ചത് ചായ കുടിക്കാൻ 10 കോടി, ബാത്റൂമിൽ പോകാൻ 20 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെലവാക്കിയ പിണറായി വിജയൻ നിനക്ക് ഒരു വർഷത്തിൽ ആകെ 1 ലക്ഷം പോലും ചെലവാകൂല ഇതൊക്കെ നീക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇവിടെ മൊത്തം ഈ മണ്ഡലത്തിൽ, കോവളം മണ്ഡലത്തില് LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചു. ഇവിടെ ഒരു തേങ്ങ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒന്നുമില്ല. ചുമ്മാ വിദേശികൾ വന്ന് പറയുന്നു കാണുമ്പം കോവളം മറ്റാണ് മറിച്ചാണ്. ഇവിടെ എന്താരോട് പറയാനാണ് ബ്രോയെ പോലുള്ളവർ ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. നാലാളിലേക്ക് എത്തണം. ഇവറ്റകൾ ചെയ്യുന്ന വൃത്തികേട് നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഒരു വാഴക്കേ സംഭവിക്കും. ഇവിടെ വേസ്റ്റ് കൊണ്ട് ഒരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ 10 വർഷം ഈ വിൻസെന്റ് ഭരിക്കുവാന്നല്ലോ, ഇയാളെ കൊണ്ട് പറ്റുമോ? അല്ലെ LDF ഭരിക്കുവാന്നല്ലോ, പറ്റുമോ? പറ്റത്തില്ല. ആണ്ട കൊടിയൊക്കെ കെട്ടിയേക്കുന്നുണ്ടോ? കൊടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF-ന്റെ കൊടിയാ. പക്ഷെ കൊടിയുടെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മുടിഞ്ഞ വേസ്റ്റാ. ഇവിടെ അടിപൊളി ഒരു പരിപാടി കൊണ്ടുവന്നു വിഴിഞ്ഞം. എന്തൊക്കെ താളമായിരുന്നു. UDF കൊണ്ടുവന്നിട്ട് ഇപ്പൊ പിണറായി വിജയന് ക്രെഡിറ്റ്, മറ്റവർക്ക് ക്രെഡിറ്റ്, എല്ലാത്തിനും ക്രെഡിറ്റ്. പക്ഷെ വിഴിഞ്ഞത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സത്യസന്ധമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഒരു ഫ്ലക്സ് വെച്ചിട്ടുള്ളത് മറ്റേ വേസ്റ്റിനടിയിലാണ്. പിന്നെ മറ്റേ LDF-ന് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ മാലിന്യത്തിന് ആ ഇടയിലാണ്. അതിന് പൊന്നു നാട്ടുകാരാ, നിങ്ങളുടെ വായ എന്ത് അപ്പം ഇട്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്കൊക്കെ? ബാക്കിയും കൂടി കണ്ടു നോക്കാം. വിൻസെന്റ് ഫോട്ടോ ഉണ്ടോ? അലക്കി തേച്ച മുണ്ടും ഷർട്ടും കയ്യും തൊഴുതോണ്ടിരിക്കുവോ? ഇയാൾക്ക് ഈ ഫോട്ടോ വെക്കുന്ന സമയം മതിയായിരുന്നു, അല്ലെ? ഈ ഫോട്ടോ വെക്കുന്നതിന്റെ പൈസ മതിയായിരുന്നു. ഈ വേസ്റ്റ് കുത്തി വെച്ച ഈ വേസ്റ്റ് അങ്ങോട്ട് നീക്കിക്കളയാം. കറങ്ങുന്ന കസാര അണ്ടിപ്പരിപ്പ് നിന്നോണ്ടിരിക്കുന്ന വിൻസെന്റിനോടാ പറയാനുള്ളത്. ഈ സാധനം ഉണ്ടല്ലോ, ഈ അലക്കിയ മുണ്ടും ഷർട്ടും ഇട്ടോണ്ട് എന്തോത്തിനിരിക്കുവോ? നിങ്ങൾക്കൊക്കെ സുഖ ജീവിതമാണല്ലോ. നിങ്ങൾക്ക് എവിടെങ്കിലും വെല്ലുള്ളിടത്ത് നിങ്ങൾ പോകുന്നുണ്ടോ? ഇവിടെ കണ്ടോ വേസ്റ്റ് കിടക്കുന്നുണ്ടോ? വളരെ നാണക്കേടാ കേട്ടോ ഇത്. വേസ്റ്റ് ഒക്കെ കൊണ്ട് നിന്റെയൊക്കെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ നീയൊക്കെ എങ്ങനെ പ്രതികരിക്കും? LDF-ഉം ഭരിച്ചു, UDF-ഉം ഭരിച്ചു. ഈ നിയോജക മണ്ഡലത്തില് ഇപ്പൊ നിലവിലെ MLA വിൻസെന്റ് ആണ്. മൂക്ക് ഒത്താതെ ഒരു മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇവിടുന്ന് കോവളം എന്ന് പറഞ്ഞ സ്ഥലം വിദേശികൾ ഒരുപാട് വന്ന് മറിയുന്നത് സ്ഥലമാണ് കോവളം. വോട്ട് ചോദിക്കാൻ വേണ്ടി നീയൊക്കെ തൊഴുത് പറിച്ച് കൈ കാണിച്ചു വരുമല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ വേസ്റ്റ് നടക്കാതെ നിന്നെ കൊണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ വിൻസെന്റ് ഫോട്ടോ പോലും വെച്ചേക്കുന്ന വേസ്റ്റ് കുത്തിയ നാണവില്ലി. പോയി ആരുടെയെങ്കിലും അടിപ്പാവാട കഴിവ്, അതാ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മാത്രമാണ് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത്. മല്ലു ബോയ്സ് എന്ന ഈ ചെറുപ്പക്കാരന്. അതായത് ഇങ്ങനെയുള്ള വൃത്തികേട് നാലാളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഈ ചെയ്യുന്നതൊക്കെ വൃത്തികേടാണ്, തെമ്മാടിത്തരമാണ്. ഇദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞാൻ തൽക്കാലം അതിന്റെ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.